ഒരു ചെറിയ കഥ പറയാം. ഒരിക്കലൊരു രാജാവിന് ഒരു യുദ്ധത്തില് തന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. കാലക്രമേണ അയാൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടെങ്കിലും വികൃതമായിട്ടുള്ള ഒരു ഒറ്റക്കണ്ണ് അയാളുടെ മുഖത്തൊരു വിരൂപമായി തന്നെ തുടർന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. തന്റെ മുൻഗാമികളായിട്ടുള്ള രാജാക്കന്മാരുടെ ചിത്രങ്ങൾ കൊട്ടാരത്തിൽ കണ്ട രാജാവിന് തന്റെ മനസ്സിലൊരു മോഹം ഉണ്ടായി. തന്റെ വലിയൊരു ചിത്രവും കൊട്ടാരത്തിൽ അതുപോലെ വരച്ചു വെക്കണം. ആ രാജ്യത്തുള്ള ഒരുപാട് ചിത്രകാരന്മാരെ അതിനുവേണ്ടി സമീപിച്ചെങ്കിലും ആരും മുന്നോട്ട് വരാനായിട്ട് തയ്യാറായില്ല. കാരണം ചിത്രം വരയ്ക്കുന്ന സമയത്ത് രാജാവിന്റെ വിരൂപമായിട്ടുള്ള ഒറ്റക്കണ്ണു കൂടെ അവർക്ക് വരയ്ക്കേണ്ടി വരും. ഇനി അത് കാരണം ചിലപ്പോ രാജാവിന്റെ അതൃപ്തിക്ക് കാരണമായി മാറുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അതിനുള്ള കാരണം. അങ്ങനെ അവസാനം ഒരു ചിത്രകാരൻ മുന്നോട്ട് വരാൻ തയ്യാറായി. മറ്റുള്ള ചിത്രകാരന്മാര് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അയാള് സധൈര്യം മുന്നോട്ട് വരികയാണ് ചെയ്തു. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിലൊടുവിൽ അയാള് രാജാവിന്റെ ഒരു ചിത്രം വരച്ചു. ആ ചിത്രം കണ്ട രാജാവിന് ഒരുപാട് സന്തോഷമാവുകയും ആ ചിത്രകാരന് ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ആ ചിത്രം ഇങ്ങനെയായിരുന്നു: വിരൂപമായിട്ടുള്ള ഒറ്റക്കണ്ണ് അടച്ചുപിടിച്ച് മറ്റേ കണ്ണ് തുറന്നു വെച്ച് ഒരു അമ്പും വില്ലുമായിട്ട് ഉന്നം നോക്കുന്ന രാജാവിന്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അതിനെ നെഗറ്റീവ് സൈഡിലേക്കാണ് നോക്കാൻ തയ്യാറാവാറുള്ളത്. അല്ലെങ്കിൽ ആ നെഗറ്റീവ് സൈഡ് കണ്ട് പേടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്തിരിയാറാണ് പതിവ്. ഇനി നമ്മൾ പിന്തിരിഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മൾ പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ജീവിതത്തില് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിലേക്ക് നോക്കിയിരിക്കാതെ അതിന്റെ പ്രശ്ന പരിഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ